സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശമാർ നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും. രാപ്പകൽ സമരം 8 മാസം പിന്നിടുമ്പോഴും അർഹിച്ച ആനുകൂല്യം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ ജനവഞ്ചന വീടുകൾ തോറും കയറിയിറങ്ങി പ്രചരിപ്പിക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനം ടിവിയോട് പറഞ്ഞു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കടുത്ത അവഗണനയാണ് ആശാ വർക്കർമാർ നേരിടുന്നത്. 8 മാസമായി അവരുടെ സമരം. നാളെ അവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങുമ്പോൾ ആ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രോഹിണി, തീർച്ചയായും ഫെബ്രുവരി 10 ആരംഭിച്ച സമര പോരാട്ടത്തിന് ഇനിയും അറുതി വന്നിട്ടില്ല. സമരം കൂടുതൽ ശക്തമാക്കി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ആശമാർക്ക് പ്രധാനമായും ഉള്ളത് എന്ന് തന്നെയാണ്. മുടിമുറിക്കൽ സമരമടക്കം നിരാഹാരമടക്കം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിന് യാതൊരു വിലയും സംസ്ഥാന സർക്കാർ കൽപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് സമരം നടത്തുക എന്നത് തന്നെയാണ് ഔദ്യോഗിക വസതിയിലേക്ക് സമരം നടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ആശമാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമര പ്രഖ്യാപനം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ കടുത്ത സമരമുറയിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് ഈ ആശമാർ ഉൾപ്പെടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിരവധി സമരമുറകൾ കണ്ടൊരു നഗരമാണ് തിരുവനന്തപുരം. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി സമരങ്ങളുണ്ട്. അതിൽ ഏറ്റവും വ്യത്യസ്തമാകുന്ന ഒന്ന് തന്നെയാണ് ആശമാരുടെ സമരം എന്നത്. വേതന വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ സമരം ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ്. ഇവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവരെ പരിഗണിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഔദ്യോഗിക വസതിയിലേക്ക് സമരം നടത്തുന്നത്. നമുക്കറിയാം, അതായത് ഇവരുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇവരുടെ പ്രശ്നങ്ങൾ പ്രധാനമായി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 3 മാസം പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് രോഹിണി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും നാളെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. നിരവധി ആശമാർ ആ മാർച്ചിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. കുടുംബവുമായി വന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിന് മുന്നിൽ സമരം ഇരിക്കുമെന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. ആ സമരം അവർ തുടരും. ആ സമരമുറയിൽ കുറച്ചുകൂടി കടുത്ത തീരുമാനങ്ങളിലേക്ക് അവർ കടക്കുമെന്ന് തന്നെയാണ് ആശമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഫെബ്രുവരിയിൽ തുടങ്ങിയ ആ സമരത്തിന് യാതൊരു തരത്തിലുള്ള പരിഗണനയും സംസ്ഥാന സർക്കാർ നൽകിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രോഹിണി, ശരി ദിസ്ന, എന്തായാലും ആശമാരുടെ സമരം, രാപ്പകൽ സമരം 8 മാസം പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും സർക്കാർ അവഗണന അവർ നേരിടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഒരു പ്രതിഷേധം നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അത് മാർച്ചായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കണ്ട കാലം അത്രയും അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നിട്ടും അവരോട് അനുഭാവപൂർണമായ ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായ വസ്തുത തന്നെയാണ്.